ഗുണ്ടാ നേതാവ് ഓംപ്രകാശിനെതിരായ ലഹരി കേസിൽ സിനിമാ താരങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നതായി പോലീസ് റിപ്പോർട്ട്. ഓംപ്രകാശ് താമസിച്ച കൊച്ചിയിലെ ആഡംബര ഹോട്ടൽ മുറിയിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും എത്തിയത് എന്തിനാണെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഓംപ്രകാശിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് താരങ്ങളുടെ പേരുള്ളത്. ഇന്നലെയാണ് ഓംപ്രകാശിനെ കൊച്ചി മരട് പോലീസ് ആഡംബര ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ബോൾഗാട്ടിയിലെ DJ പാർട്ടിക്ക് എത്തിയതായിരുന്നു ഇയാൾ. പ്രകാശിനൊപ്പം പിടിയിലായ ഷിഹാസിൽ നിന്ന് കൊക്കൈൻ പിടികൂടിയിരുന്നു. ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിനായിരുന്നു അറസ്റ്റ്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ചോദ്യം ചെയ്യുന്നതിനിടയിൽ മറ്റാരെങ്കിലും മുറിയിൽ വന്നിരുന്നോ എന്ന കാര്യം വ്യക്തമാക്കാൻ ഓംപ്രകാശ് തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ശ്രീനാഥും പ്രയാഗയും എത്തിയെന്ന വിവരം ലഭിച്ചത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് താരങ്ങൾ എത്തിയതായി വ്യക്തമായി. ഹോട്ടലിലെ രജിസ്റ്ററിലും ഇവരുടെ സന്ദർശനം രേഖപ്പെടുത്തിയിരുന്നു. താരങ്ങളടക്കം 20 പേർ മുറിയിലെത്തിയിരുന്നതായാണ് വിവരം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ലഹരി ഇടപാടിന്റെ ഭാഗമായാണോ താരങ്ങൾ എത്തിയതെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഹോട്ടലിലെ 3 മുറികൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത്. ഇതിൽ ലഹരി പാർട്ടി നടന്നതായി പോലീസിന് വിവരം ലഭിച്ചു. 20 പേരാണ് 3 മുറികളിലായി എത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. 20ഓളം കേസുകളിൽ പ്രതിയാണ് ഇവർ. പരിശോധനയിൽ ഷിഹാസിന്റെ മുറിയിൽ നിന്നും രാസലഹരിയും മദ്യക്കുപ്പികളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ജാമ്യത്തിൽ ഇറങ്ങിയ ഇവർ കൊച്ചിയിൽ വന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് പറഞ്ഞു. കൊച്ചിയിലെ പ്രമുഖ ഗുണ്ടാ സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ട്. NDPS നിയമപ്രകാരമുള്ള വകുപ്പുകളടക്കം ചുമത്തി കേസെടുത്തതായാണ് മരട് പോലീസ് പറഞ്ഞത്. ഈ സംഭവത്തിലെ അന്വേഷണം പുരോഗമിക്കവെയാണ് സിനിമാ താരങ്ങൾ ഇവരെ കാണാനെത്തിയ വിവരം പുറത്തുവന്നത്. ഇരുവരെയും ഇപ്പോൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന ഓംപ്രകാശ് അടുത്തിടെയാണ് കേരളത്തിലെത്തിയത്. 1 മാസം മുമ്പ് തുമ്പ പോലീസ് ഓംപ്രകാശിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ബൈപ്പാസിൽ നടന്ന അപകട സ്ഥലത്ത് ഓംപ്രകാശിനെ കണ്ടപ്പോഴായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. കരുതൽ കസ്റ്റഡി മാത്രമായിരുന്നു ഇത്. ഇതിനുശേഷം പുതിയ കേസുകളൊന്നും ഓംപ്രകാശിന്റെ പേരിൽ ഉണ്ടായിരുന്നില്ല. ഓംപ്രകാശിനെ കഴിഞ്ഞ ഡിസംബറിൽ ഗോവയിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. പാറ്റൂർ ഗുണ്ടാ ആക്രമണ കേസിലായിരുന്നു അറസ്റ്റ്. അന്ന് ഗോവയിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഓംപ്രകാശ് കൈകാര്യം ചെയ്തിരുന്നു. 11 മാസം വിവിധ സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഓംപ്രകാശ് തലസ്ഥാനത്തെ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളിലും തർക്കങ്ങളിലും രഹസ്യമായി ഇടപെടുന്നതും പലരെയും ഭീഷണിപ്പെടുത്തുന്നതും പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇയാളുമായി ബന്ധമുള്ളവരുടെ പട്ടിക തയ്യാറാക്കി ഇവരുടെ ഫോൺ വിളികളും സമൂഹമാധ്യമ അക്കൗണ്ടുകളും ബാങ്ക് ഇടപാടുകളും നിരീക്ഷിച്ചാണ് ഓംപ്രകാശിനെ പിടികൂടിയത്. പാറ്റൂരിലെ ആക്രമണത്തിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ്, ഫ്ളാറ്റ് നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. കൺസ്ട്രക്ഷൻ കമ്പനിയുടമയായ നിധിനെയും സുഹൃത്തുക്കളെയും കാർ തടഞ്ഞു നിർത്തി കൊല്ലാൻ ശ്രമിച്ചെന്നാണ് കേസ്. കേസിൽ 8ാം പ്രതിയായിരുന്നു ഓംപ്രകാശ്. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിനു ശേഷം ഓംപ്രകാശ് സ്ഥിരമായി ഫോൺ നമ്പർ ഉപയോഗിച്ചില്ല. താമസ സ്ഥലം മാറുന്നതിനൊപ്പം പലരുടെയും പേരിൽ എടുത്ത സിം കാർഡുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇയാൾ ചെന്നൈ, ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിലും ഒളിവിലായിരുന്നു.